ഗൈസ് നമ്മളിത് എവിടേക്ക് പോകുകയെന്നൊക്കെ അറിയില്ല. ജൂനിയേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടി പോവാണ് ഗൈസ്. ജസ്റ്റ് ഒന്നേരം വെൽക്കം ചെയ്യുക, അത്രേ ഉള്ളൂ. സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിൽ കയറാനുള്ള പേടി കൊഴിഞ്ഞോക്കണ ഷിബിലേണിത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതിന് മുമ്പുള്ള മേക്കപ്പും പ്രിപ്പറേഷൻസൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ ജൂനിയേഴ്സിന് കൊടുക്കാനുള്ള സ്മൂത്തിയും ബ്രൗണിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഇത് പിന്നെ ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള കുട്ടികൾക്കുള്ള ഗിഫ്റ്റ്സാണ്. ആ ടെൻറ്റയും കില്ലും വാട്ടർ ഗണ്ണൊക്കെ. പിന്നെ നമ്മൾ നേരെ അവരെ കാണാൻ വേണ്ടി പോയി. അവർ സയൻസ് ബ്ലോക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ പോയപ്പോഴല്ലേ നമ്മൾ അറിയണേ സാർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതെ, കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ സാറ് ഇറങ്ങി. ദെൻ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളെ ജൂനിയേഴ്സ്. പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്മൂത്തിയും ബ്രൗണിയൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ നേരെ നമ്മളെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്നത് ബോൾ പാസ് ചെയ്തിട്ടാണ്. ഈ ടൈമിൽ ഗെയിംസ് ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങൾക്ക് പണി എന്നാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഗെയിംസ് കേട്ടോ. അങ്ങനെ ബോൾ കിട്ടിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡ്യൂസിങ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്രേ ഉള്ളൂ. ഇവനാണ് ഈ ക്ലാസ്സിലെ മെയിൻ. അത് കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് ഗെയിം പോയി. സെക്കൻഡ് ഗെയിം പറയുന്നത് ബലൂൺ ചലഞ്ച് ആയിരുന്നു. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച് ആയിരുന്നു ലെമൺ ഈറ്റിംഗ് ചലഞ്ച്. ഇവരൊക്കെ നോക്കി എന്ത് എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നണില്ലേ, ജസ്റ്റ് ഒരു ചോക്ലേറ്റ് തിന്നണ പോലെ, അത്രേ ഉള്ളൂ, സമ്മതിക്കട്ടോ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റത്തെ ഗെയിം ആയിരുന്നു ഇമ്പോസ്റ്റർ ചലഞ്ച്. ഇവൻ കുറേ ഇരുന്ന് പറയും, കുറേ നിന്ന് പറയും. ഇവൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയണമെന്ന് ഇവൻ കുഴപ്പമില്ല. ആ ടോപ്പിക് കൊടുത്ത ആൾക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ഒരൊറ്റ കുട്ടിക്കും ഒരു ഐഡിയ ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവനക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നെക്സ്റ്റ് അറിയുന്നത് ഡാൻസ് ചലഞ്ച് ഇരുന്ന്. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ ഗൈസ് ഡാൻസ് ചലഞ്ചിൻ്റെ ശേഷം ഫൈനലി അടുത്ത ഗെയിമിലേക്ക് കടന്നു. ഗൈസ് ഇത് ലാസ്റ്റത്തെ ഗെയിം ആട്ടോ, പ്രൊപ്പോസൽ ഗെയിം, അതുപോലെ 3 വാക്കും. ഗൈസ് നമ്മൾ പാർട്ടിസിപ്പൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് എൻജോയ് ആക്കാൻ നോക്കുകയാണ് പരിപാടി. ജൂനിയേഴ്സ് നല്ല ഇഷ്ടമായിരുന്നു നമ്മളെ ഗിഫ്റ്റ് കേട്ടോ. അങ്ങനെ 2-3 ആളെ കൊണ്ടും കൂടി ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയിപ്പിച്ചിട്ട് നമ്മുടെ പരിപാടി ലാസ്റ്റ് ക്ലോസ് ചെയ്തു. അങ്ങനെ ബാഗൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങൽ തുടങ്ങി. ഞങ്ങളിരുന്ന് ചപ്പും ചവറും ഇരുന്ന് പെറുക്കാണ്, വേസ്റ്റൊക്കെ ഉള്ളതൊക്കെ ഇരുന്ന് പെറുക്കി റെഡിയാക്കാണ്. അങ്ങനെ ഞങ്ങൾ പോകണ്ട ഗൈസ്, ടാറ്റാ.